4000 നോൺ-AC കോച്ചുകൾ, 100 അമൃത് ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ, ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്ട്, കവച് വിപുലീകരണം, ഡ്രോൺ നിരീക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ തുടങ്ങി അനവധി മാറ്റങ്ങളാണ് ഇന്ത്യൻ റെയിൽവേയെ കാത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ നിർണ്ണയിക്കാൻ പോകുന്നത് കേന്ദ്രം ഇതിനായി എത്ര കോടി വകയിരുത്തും എന്നതാണ്. 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. രാജ്യത്തെ വിവിധ മേഖലകൾ വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര ബജറ്റിനെ നോക്കിക്കാണുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന്റെ നട്ടെല്ലായ ഇന്ത്യൻ റെയിൽവേ ബജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ ബജറ്റിൽ 2.5 ലക്ഷം കോടിയെങ്കിലും വകയിരുത്തണമെന്ന് ഇന്ത്യൻ റെയിൽവേയുടെ മുൻ ജനറൽ മാനേജർ ദേബി പ്രസാദ് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ അപേക്ഷിച്ച് 20% വർധനവാണിത്. ഇന്ത്യയുടെ റെയിൽവേ ശൃംഖലയുടെ പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് 2025-ൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്ട്. ഡൽഹി, വാരണാസി, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി എന്നീ റൂട്ടുകളിൽ ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. യാത്രാ സമയം കുറയ്ക്കാൻ ഇത് ഏറെ സഹായിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇന്ത്യൻ റെയിൽവേയിൽ സുരക്ഷയും സാങ്കേതിക വിദ്യയും ഒരുപോലെ തന്നെ ശ്രദ്ധ വഹിക്കുന്ന ഒന്നാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി 5000 കിലോമീറ്റർ റെയിൽവേ പാതകളിൽ കൂടി കവച് സാങ്കേതിക വിദ്യ നടപ്പാക്കുക. അതുപോലെ തന്നെ ട്രാക്കുകളും പാലങ്ങളും പുതുക്കൽ, സിഗ്നലിംഗ് അപ്ഗ്രേഡ് ചെയ്ത സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുക, അപകട മേഖലകളിൽ മെച്ചപ്പെട്ട സുരക്ഷ പ്രാപ്തമാക്കുന്നതിന് ഡ്രോണുകൾ ഉപയോഗിച്ച് പട്രോളിംഗ് ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുക. എക്കാലത്തും ഇന്ത്യൻ റെയിൽവേയോട് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. 6000 കിലോമീറ്ററുള്ള പുതിയ ട്രാക്കുകൾ കൂട്ടിച്ചേർക്കണം. ഇനിയും പൂർത്തിയാക്കാത്ത പദ്ധതികൾ 2025-26 വർഷത്തിൽ നിർബന്ധമായും പൂർത്തിയാക്കണം. 160 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഹൈ ഡെൻസിറ്റി നെറ്റ്വർക്കിലേക്കും വേഗതയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി 2x25 kV ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റത്തിലേക്കും മാറേണ്ടിയിരിക്കുന്നു. യാത്രക്കാരുടെ എണ്ണവും ടിക്കറ്റ് ലഭ്യതയുടെ കുറവും കണക്കിലെടുത്ത് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. 1700 ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളും 8500 കോച്ചുകളും കൂട്ടിച്ചേർത്തുള്ള വിപുലീകരണമാണ് പ്രതീക്ഷിക്കുന്നത്. ഇവയിൽ 4000 നോൺ-AC കോച്ചുകൾ, 100 അമൃത് ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ എന്നിവ ഉൾപ്പെടുത്തണം. 800 വന്ദേ ഭാരത് കോച്ചുകൾ, 1000 മെമു വന്ദേ മെട്രോ കോച്ചുകൾ, ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോക്കോമോട്ടീവുകൾ, 10ഓളം വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ ഈ സാമ്പത്തിക വർഷം അവതരിപ്പിക്കണം. 1800 മില്യൺ ടൺ ചരക്ക് നീക്കം നടത്തി 2 ലക്ഷം കോടിയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കേണ്ടത്. യാത്രാ കോച്ചുകളിലൂടെ 90000 കോടിയുടെ വരുമാനം. നിരക്കിതര വരുമാനം നിലവിലെ 10500 കോടിയിൽ നിന്ന് 10 മുതൽ 15% ഉയർത്തുന്നതിനുള്ള നൂതന സംരംഭങ്ങൾ അവതരിപ്പിക്കണം. 2024-25 യൂണിയൻ ബജറ്റിൽ ഇന്ത്യൻ റെയിൽവേക്ക് 2.62 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് വിഹിതം ലഭിച്ചിട്ടുണ്ട്. ഇത് 2023-24 സാമ്പത്തിക വർഷത്തിലെ 2.40 ലക്ഷം കോടി രൂപ മൂലധന വിഹിതത്തിൽ നിന്ന് ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത്.